വിദ്യാർത്ഥികളെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കുടകിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ആരാണ് ഈ മണവാളൻ? എന്താണ് അയാളുടെ യഥാർത്ഥ പേര്? എന്താണ് വിവരങ്ങൾ? സനീഷ്, തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് മണവാളൻ എന്ന തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഷഹീൻ ഷാ. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിനിടെ 2024 ഏപ്രിൽ 19 തൃശ്ശൂർ കേരളവർമ്മ കോളേജിന് മുൻപിൽ ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു ബേക്കറി ജ്യൂസ് പാർലർ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് കോളേജ് ക്യാമ്പസിൽ കോളേജിലെ വിദ്യാർത്ഥികളുമായി ഇവർ തർക്കമുണ്ടാവുകയും പിന്നീട് സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിൽ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടിയ ഈ ഷഹീൻ ഷായുടെ സംഘം പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്നും ഈ കോളേജ് ദിവസം അന്ന് വൈകിട്ട് കോളേജ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയ 2 വിദ്യാർത്ഥികളെ വാഹനത്തിൽ പിന്നാലെ എത്തി കാറുകൊണ്ട് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കൊലപാതക ശ്രമത്തിൽ ഗുരുതരമായി 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. തൃശ്ശൂർ മണ്ണൂത്തി സ്വദേശിയായിട്ടുള്ള ഗൗതം കൃഷ്ണ എന്ന വിദ്യാർത്ഥിക്കാണ് മാരകമായി പരിക്കേറ്റത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഷഹീൻ ഷാ എന്ന മണവാളനും കൂട്ടാളികളും ഒളിവിൽ പോവുകയായിരുന്നു. 10ഓളം പേരടങ്ങുന്ന സംഘമാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ആക്രമിച്ചത്. തൊട്ടടുത്ത ദിവസം ഈ കേസിൽ ഉൾപ്പെട്ട ചില പ്രതികളെ പോലീസ് പിടികൂടി. എന്നാൽ ഈ മണവാളനടക്കമുള്ള ആളുകൾ ഒളിവിൽ പോവുകയും മാസങ്ങളായി ഒളിവിൽ തുടരുകയുമായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ മാസം പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് ഇന്നലെ തൃശ്ശൂർ സിറ്റി ഷാഡോ പോലീസ് കർണാടകത്തിലെ കുടകിൽ നിന്നും ഷഹീൻ ഷായെ അറസ്റ്റ് ചെയ്യുന്നത്. മറ്റ് പ്രതികളെ നേരത്തെ തന്നെ കേസിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി കുടകിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് രാത്രി 10:30 തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇപ്പോൾ അറസ്റ്റ് പൂർത്തീകരിച്ച് വൈദ്യപരിശോധനയടക്കം നടത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. സനീഷ്, നന്ദി ലെവിൻ വിവരങ്ങൾക്ക്.